വേണമെങ്കിൽ ഒരുമിക്കാനും വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് പോന്നിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പുതിയ കാലത്തിൻ്റെ രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ സ്വാഭാവികമായി കയറി വരുന്ന മരുമകൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം, വളരെ ഉത്കണ്ഠയോടെ, വളരെ ആകാംക്ഷയോടെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അത് വേണ്ടതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മകളുടെ മനസ്സിൽ ആരെങ്കിലും ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലോ എങ്ങനെയെങ്കിലും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു നിരപരാധിയുടെ ജീവൻ അപകടത്തിലായിപ്പോവും. അതിനു മുമ്പ് ഈ ക്ലിപ്പൊന്ന് കാണാം. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ മംഗല്യം ചാർത്തുകയും അതുപോലെ സിന്ദൂരം അണിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ എത്രമേൽ ഇഷ്ടമില്ലാതെയാണ് അത്തരമൊരു വിവാഹത്തിന് ആ കുട്ടി തയ്യാറാകുന്നത് എന്ന് കാണുന്നവർക്കാർക്കും മനസ്സിലാവും. കാരണം സാധാരണ വിവാഹ ദിവസം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്ത് പരിഭ്രാന്തി കണ്ടേക്കാം, ആകാംക്ഷ എങ്ങനെയായിരിക്കുമെന്നുള്ളത്. ഇതങ്ങനെയല്ല. യാതൊരു താല്പര്യവുമില്ലാതെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാലിൽ ചാണകം ചവിട്ടിക്കഴിഞ്ഞ് മനുഷ്യൻ്റെ മുഖമാവുന്നത് പോലുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിന്ദൂരം അണിയിക്കുന്നവൻ അറിയുന്നില്ല ഈ പറഞ്ഞതുപോലെ താൻ കൊല്ലപ്പെടാൻ പോവുകയാണ്, കൊല്ലപ്പെടാനുള്ള സിന്ദൂരമാണ് ഈ അണിയിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. മെയ് 10 കല്യാണം, മെയ് 23 രണ്ടുപേരെയും കാണാനില്ല, ജൂൺ 2 ഒരാളിൻ്റെ ബോഡി കിട്ടി, ജൂൺ 9 ഭാര്യയെയും 3 പേരെയും അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ പേര് സോനം, 25 വയസ്സ്. മരണപ്പെട്ട ചെക്കൻ്റെ പേര് രാജാ രഘുവംശി, 29 വയസ്സ്. വലിയ വ്യവസായിയായ കുടുംബത്തിലെ ഒരു മകനാണ് രാജാവ് രഘുവംശി. മധ്യപ്രദേശിൽ വെച്ചാണ് വിവാഹം നടന്നിട്ട് ഹണിമൂൺ ആഘോഷിക്കാനായി പോയതാണ് മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക്. അവിടെ എത്തി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് സന്തോഷമായിട്ട് താമസിച്ച ശേഷം അവിടെ നിന്ന് ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്തു. എന്നിട്ട് ആ സ്കൂട്ടിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഹിൽ പ്രദേശത്ത് അതിൻ്റെ താഴ്വരയിൽ എവിടെയോ ഒരു മനോഹരമായ ഹോം സ്റ്റേയിൽ മുറിയെടുത്തു. എന്നിട്ട് അവിടെ ഒരു ഗൈഡിനെയും ഒപ്പിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി അവിടെ വെച്ച് മാഞ്ഞു പോകുന്നു. പിന്നൊരു വിവരവും അറിയുന്നില്ല. ഒടുവിൽ ആ സ്കൂട്ടി താക്കോല് സ്റ്റാർട്ടാക്കിയ നിലയിൽ, അല്ലെങ്കിൽ കീയിൽ വെച്ചിരിക്കുന്ന നിലയിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടൊരു വിവരവുമില്ല. രണ്ടുപേരും കൊല്ലപ്പെട്ടതാണെന്നോ അപകടത്തിൽപ്പെട്ടതാണെന്നോ ആണ് വിചാരിച്ചത്. രണ്ടുപേരുടെയും ബന്ധുക്കൾ ശക്തമായ അന്വേഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങി. അപ്പോഴാണ് വളരെ പെട്ടെന്ന് അങ്ങ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഒരു ഫോൺ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനത്തിൻ്റെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. തങ്ങളെ ഉപദ്രവിച്ചുവെന്നും ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയെന്നും ഞങ്ങൾ രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോയി എനിക്ക് മയക്കുമരുന്ന് തന്ന് ഇവിടെ കൊണ്ടുവന്നു എന്നാണ് നിലവിളിച്ചത്. കഥയുടെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു ടൂറിസ്റ്റ് ഗൈഡിൽ നിന്നാണ്. ഇവർ അവിടെ വന്ന് സ്കൂട്ടി എടുത്തൊരു ഗൈഡിനെയും കൂട്ടിയാണ് ഹോം സ്റ്റേക്ക് പോയത്. ആ ഗൈഡ് മൊഴി കൊടുത്തപ്പോൾ അദ്ദേഹം കാണുമ്പോൾ 3 ആണുങ്ങളും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്കൂട്ടിയിൽ പോയത് ഭാര്യയും ഭർത്താവും മാത്രമാണ്. പിന്നെ ആരാണ് ഈ 2 ആണുങ്ങൾ പുറത്തുനിന്ന് വന്നത് എന്നുള്ള അന്വേഷണം ചെന്നപ്പോഴാണ് അറിയുന്നത്. ഇവർ അവരുടെ സഹോദരൻ്റെ കടയിലെ ഒരു ജോലിക്കാരനുമായി പ്രണയത്തിലായിരുന്നു. അവനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ആഗ്രഹിച്ചത് എന്നുള്ളതാണ് ആ വിവാഹവേളയിൽ ആ കുട്ടിയുടെ മുഖം പറഞ്ഞത്. പക്ഷേ വീട്ടുകാർ വളരെ സമ്പന്നരും സ്വാധീനമുള്ളവരുമായതുകൊണ്ട് സമാനമായ സമ്പന്നനായ ഒരാളിനെ കൊണ്ട് കെട്ടിച്ചു. പോകാൻ നേരം മറ്റവന് ജീവിക്കാൻ മാർഗമില്ലല്ലോ, ആർക്ക്? കാമുകന്. അതുകൊണ്ട് അവൻ്റെ ആഭരണം മുഴുവൻ എടുക്കാൻ വേണ്ടി എല്ലാം എടുത്തണിഞ്ഞുകൊണ്ടാണ് ഈ സോനത്തിനോടൊപ്പം രാജാ രഘുവംശി പോകുന്നത്, ഭർത്താവ്. വീട്ടുകാർ ചോദിച്ചത്രേ, എന്തിനാണ് നീ എല്ലാം എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾക്കെന്നെ അങ്ങനെ കാണുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയതാണ്. ഏതായാലും അത് കൊണ്ടുപോയി വാടക കൊലയാളിയെ ഉപയോഗിച്ച് സോനവും കാമുകനും കൂടി വെറും 7 ദിവസമോ 10 ദിവസമോ ജീവിച്ച സ്വന്തം ഭർത്താവിനെ കൊന്നുകളഞ്ഞു. ഇതുപോലെ വ്യത്യസ്തമായ വാർത്തകൾ തിരിച്ചുമറിച്ചുമൊക്കെ ഉണ്ടാവാറുണ്ട്.
പക്ഷെ ഞാൻ പറഞ്ഞത് പുതിയ കാലത്ത് നിങ്ങൾ നിർബന്ധപൂർവം സ്വാധീനം ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി കെട്ടിക്കുമ്പോൾ അത് വേറൊരു നിരപരാധിയുടെ ജീവിതം കളയാനാണ് എന്നുള്ളെങ്കിൽ അത് തിരിച്ചറിയാൻ പ്രതിശ്രുത വധുവിൻ്റെയും വരൻ്റെയും രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പണ്ട് എൻ്റെ ഉപ്പ ഒക്കെ പറയുന്ന ഒരു സാധാരണ വാക്കുണ്ടായിരുന്നു, കോട്ടയിൽ പാങ്കരഞ്ഞ കുഞ്ഞ് കോട്ടയപ്പാത അടങ്ങൂല എന്ന് പറയാമായിരുന്നു എൻ്റെ വാപ്പ. അതുപോലെ തന്നെ അങ്ങനെ നിർബന്ധം പിടിക്കുന്നവരാണെങ്കിൽ ഒരു പങ്കാളി രക്ഷപ്പെടുമല്ലോ, ആ വഴിക്ക് വിട്ടേക്കണം, അനുഭവിക്കേണ്ടത് അനുഭവിക്കട്ടെ എന്ന് കരുതണം. സത്യത്തിൽ ഇതിലാരാണ് പ്രതി എന്നുള്ളതാണ് പ്രധാന ചോദ്യം.